പെന്തക്കോസുകാരെ കാണിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിയെടുക്കുന്ന സംഘം സംസ്ഥാനത്ത് സജീവമായി. പല ജില്ലകളിലും സിനഡും സിൻഡിക്കേറ്റും എന്നൊക്കെ പറഞ്ഞ് കൂലിക്ക് ആളുകളെ കൊണ്ടിരുത്തി രാഷ്ട്രീയക്കാരെ കാണിച്ച് വിലപേശുന്ന സംഘം കോട്ടയത്തിന് പുറമെ തിരുവല്ലയിലും യോഗം ചേർന്നു. 500 രൂപയും ഭക്ഷണവും കൊടുത്ത് ബംഗാളികളെ പോലും കൊണ്ടിരുത്തിയാണ് ആളുകളുടെ പങ്കാളിത്തം പെരുവിച്ച് കാണിക്കുന്നത്. മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ വരുത്തി യോഗത്തിൽ പങ്കെടുപ്പിച്ച് വിലപേശും. മണ്ഡലത്തിലുള്ള പെന്തക്കോസുകാരുടെ മുഴുവൻ വോട്ടുകളും വാഗ്ദാനം ചെയ്യും. ലക്ഷങ്ങളാണ് പ്രതിഫലം ചോദിക്കുന്നത്. ഒടുവിൽ കച്ചവടം ഉറപ്പിച്ച് കാശും വാങ്ങി സ്ഥലം വിടും. പണം തരുന്ന രാഷ്ട്രീയക്കാരിൽ വ്യത്യാസമില്ല, പണമാണ് മുഖ്യം. UDFനെയും LDFനെയും BJPയെയും സമീപിക്കും. കിട്ടുന്ന എല്ലാവരിൽ നിന്നും വാങ്ങും. പെന്തക്കോസുകാരുടെ അപ്പോസ്തോലന്മാരെന്ന് അവകാശപ്പെടുന്ന ഇവർ തന്നെ ഏത് സഭയാണെന്ന് ചോദിച്ചാൽ കൈമലർത്തും. തട്ടിക്കൂട്ട് പരിപാടി ആദ്യം നടത്തിയത് കോട്ടയത്താണ്. കോട്ടയത്തെ യോഗത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ പ്രതീക്ഷിച്ച ബലം കിട്ടിയില്ല. ആളുകളുടെ പങ്കാളിത്തവും കുറവായിരുന്നുവെന്ന് മാത്രമല്ല, കളക്ഷനും കിട്ടിയില്ല. പരിപാടി മൊത്തത്തിൽ പൊളിഞ്ഞു പാളീസായി. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ആ നാടകം തിരുവല്ലയിൽ അരങ്ങേറിയത്. തിരുവല്ലയിലും സ്ഥിതി മറിച്ചായിരുന്നില്ല. പരാജയത്തിന്റെ നടുക്കടലിൽ വട്ടം കറങ്ങി. രാഷ്ട്രീയക്കാരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ തട്ടിക്കൂട്ടിയ ഈ സംഘടനയിലെ നേതാക്കൾ തന്നെ പെന്തക്കോസ് നിന്നും പുറത്താക്കിയ സ്വയം ബിഷപ്പായി വേഷമിട്ടയാളും കൂട്ടരുമാണ്. ഇവർക്കൊന്നും പെന്തക്കോസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളുമാണ്. സൈക്കിളിന് പഞ്ചറൊട്ടിക്കുന്നവന് പെന്തക്കോസ്റ്റിൽ എന്താണ് കാര്യമെന്ന് യഥാർത്ഥ പെന്തക്കോസ്റ്റുകാർ തന്നെ ചോദിക്കുന്നത്. പെന്തക്കോസുകാരുടെ ചരിത്രത്തിൽ സിനഡെന്നോ സിൻഡിക്കേറ്റ് എന്നൊരു വാക്കില്ല. ഇവരുടെ ആദ്യ യോഗമായ കോട്ടയത്ത് 40 പേർ കൂടിയെങ്കിലും രണ്ടാം മീറ്റിംഗിൽ 17 പേരായി ചുരുങ്ങി. പെന്തക്കോസിനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഈ തട്ടിക്കൂട്ട് സംഘങ്ങൾക്കെതിരെ രാഷ്ട്രീയക്കാരും പെന്തക്കോസ്റ്റ് സഭാ നേതാക്കളും പെന്തക്കോസ്റ്റ് സഭകളും രംഗത്ത് വന്നതോടെ ഇതിനെ പിന്തുണച്ചിരുന്ന പലരും കൈവിട്ടു. എല്ലാ ജില്ലകളിലും ഈ സംഘം പാവപ്പെട്ട പെന്തക്കോസുകാരെ വിളിച്ചുകൂട്ടി വിലപേശി വിൽക്കാനുള്ള ശ്രമത്തിലാണ്. യഥാർത്ഥ പെന്തക്കോസ്റ്റ് വിശ്വാസികൾ സൂക്ഷിക്കണം, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.